കഴിക്കാനുള്ള ജാമ്പ ഉണ്ടല്ലോ. ജാമ്പയ്ക്ക് ഇഷ്ടമല്ലേ? ആ ജാമ്പയിൽ ഒത്തിരി തൈകളുണ്ട്, നമുക്ക് ഫ്രണ്ടിൽ വെക്കാം. അപ്പം നമുക്ക് ജാമ്പയ്ക്കൊക്കെ പറിച്ച് തിന്നാം. അപ്പോൾ ഞങ്ങളുമാർ നമുക്ക് കൊണ്ട് തന്നിരിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കായിട്ട് തരും. അപ്പം നമ്മൾ പിന്നീട് നമുക്ക് നടാം. ക്ലാസ് വെച്ചിട്ട് ഓരോരുത്തരെയും ഓരോ തൈ ഏൽപ്പിക്കും. അത് നിങ്ങൾ ഓരോ കുട്ടിക്കും ഓരോ തൈ ഏൽപ്പിക്കും. അത് നിങ്ങൾ ഒരു വെള്ളം ഒഴിച്ച് അതിനെ പരിപാലിച്ചെടുക്കണം. എടുക്കൂലേ? നെടുമങ്ങാട് ലയൺസ് ക്ലബിൻ്റെ പ്രതിനിധികളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരാഴ്ച നമ്മുടെ എൻവയോൺമെൻറ്റ് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ നമ്മുടെ ആനാട് LPS കൂടെ പോയി അവിടുത്തെ കുട്ടികൾക്ക് ഇതുകൂടെ ചെടികളെല്ലാം നൽകി. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൻ്റെ മുറ്റത്ത് നല്ല രീതിയിലുള്ള ജാമ്പ തൈകൾ, അതുപോലുള്ള ഫലവൃക്ഷ തൈകളാണ്. അപ്പോൾ അതെല്ലാം നട്ട് നിങ്ങൾ വന്ന് ദിവസവും നിങ്ങളുടെ നട്ട ചെടിക്ക് ഒരേ കപ്പ് വെള്ളം ഒഴിക്കണം. അതിനെ വളർത്തി വലുതാക്കി അതിൻ്റെ കായകൾ കുറച്ച് കഴിക്കണം. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ലയൺസ് ക്ലബിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്കുള്ള കണ്ണ് പരിശോധിച്ച് അവർക്ക് കാഴ്ച കുറവുണ്ടെങ്കിൽ അതിന് ഗ്ലാസ് ഫ്രീ ആയിട്ട്. ബഹുമാന്യരെ, ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി നമ്മൾ ആചരിക്കുന്നു. അതിനോടനുബന്ധിച്ച് നമ്മുടെ നെടുമങ്ങാട് ലയൺസ് ക്ലബിൻ്റെ ഭാഗമായി കുറച്ച് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ കുറച്ച് തൈകൾ നമുക്ക് കൈമാറും. അത് നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് നല്ല രീതിയിൽ സംരക്ഷിച്ച് വളർത്തിക്കൊണ്ട് പോവുക എന്നതാണ് നമ്മളെ ഓരോരുത്തരുടെയും ദൗത്യം. നിങ്ങൾ എന്നും അതിന് വെള്ളം കോരി അതിനെ സംരക്ഷിക്കണം. ക്യാമറയിലോട്ട് നോക്കുമോളെ. അതിന് ടീച്ചർ കൊടുക്കും. നന്ദി. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഞങ്ങൾ നെടുമങ്ങാട് ലയൺസ് ക്ലബിൻ്റെ ആൾക്കാരാണ്. ലയൺസ് ക്ലബ്ബ് ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയാണ്. നമുക്ക് വേറെ ഫണ്ടിങ് ഒന്നുമില്ല. നമ്മൾ തന്നെ ഈ നമ്മളുടെ സോഷ്യൽ ആക്ടിവിറ്റീസിന് ഒരുപാട് നമ്മൾ കൊടുക്കുകയാണ്. വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ സെലിബ്രേഷനാണ് നടക്കുന്നത്. ഒരു 1 വീക്കാണ്. ഇന്നലെ ഞങ്ങൾ ആനാട് സ്കൂളിൽ കൊടുത്തു. ഇന്നിവിടെ കളത്തുകാൽ, നാളെ നെടുമങ്ങാട് ഗവൺമെൻറ് LPS കൊടുക്കുന്നത്. ഞങ്ങൾ ഗവൺമെൻറ് സ്കൂൾസ് സെലക്ട് ചെയ്ത് അങ്ങനെ കൊടുക്കുന്നതാണ്. ഒരു ബോധവൽക്കരണം പ്ലസ് ഒരു പരിസ്ഥിതി സംരക്ഷണം എന്നുള്ള നിലയ്ക്ക് കുട്ടികളെ, കാരണം കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് വന്നത്. ഇതിന് സൗകര്യം ഒരുക്കി തന്ന സ്കൂൾ അധികൃതർക്ക് പ്രത്യേകം നന്ദി. മുഞ്ചായ മുഞ്ചുകൾക്കകിളം അഞ്ചകമേറിയ യൂസഫ് നബി ചഞ്ചലപ്പൂമീരണ്ടി കൊണ്ട് സുലൈഖബി വളയറിയേ. നന്നായിട്ടുണ്ട് കേട്ടോ.